എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ഐ കുക്കിൻ്റെ മറ്റൊരു ഈസി സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡോ ചൈനീസ് വേർഷൻ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഫ്രൈഡ് റൈസ് സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്കിത് നോക്കാം. അപ്പോൾ ഈ ഓഫീസ് ജോബിനൊക്കെ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും കുട്ടികൾക്കൊക്കെ ലഞ്ചിനും ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന പെട്ടെന്ന് ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിതിന് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള ബസ്മതി റൈസ് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള റൈസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മട്ട അരി അല്ലാത്ത എന്ത് റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ഇതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ വൈറ്റ് റൈസ് ഇല്ലേ, അതാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അത് ഒരു സൈഡിലിരിക്കട്ടെ. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു ഹാഫ് സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 2-3 പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് 2 മുട്ട. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. വേറെ ഒന്നും അതിനകത്ത് ചേർക്കേണ്ട, കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഗ്രീൻ പീസ്. ഇപ്പം ഞാൻ ഫ്രോസൺ ഗാർഡൻ പീസാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കോക്കനട്ട് ഓയിൽ അല്ലാത്ത എന്ത് ഓയിൽ വേണമെങ്കിലും ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമ്മൾക്ക് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഗാർലിക്കൊക്കെ ചെറുതായിട്ടൊരു ബേൺഡ് ടേസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഫ്രൈഡ് റൈസിലേക്ക് നന്നായിട്ടുണ്ടാവുക. ഓവറായിട്ട് ബേൺഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബേൺഡ് ആവണോടം വരെ നമുക്ക് ഈ ഗാർലിക് ഒന്ന് ആവണോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെറ്റായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഭയങ്കര നൈസായിട്ട് കുരുകുരുന്ന് പോകും. ഇപ്പം നമ്മൾ എഗ് പീസസൊക്കെ ചെറുതായിട്ട് ചിക്കി പൊരിച്ചെടുക്കുന്ന രീതിയിലാക്കുമ്പോഴാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെ ഇതിൽ കാണാൻ നല്ലൊരു അപ്പീലിംഗ് ആയിട്ട് വരിക. അല്ലെങ്കിൽ അത് ചോറുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബ്ലെൻഡായി പോവും. അപ്പം അത് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ എഗ്ഗ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇനി ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നന്നായിട്ട് ഈ പെപ്പർ കോൺസ് നന്നായിട്ട് ക്രഷ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തീരെ നൈസായിട്ടുള്ള പൊടിയല്ല, ചെറിയ രീതിയിൽ തരി ഉള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഫ്രോസൺ നമ്മുടെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പീസൊക്കെ പെട്ടെന്ന് കുക്കാവും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഫ്രോസൺ അല്ലാത്ത കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഫ്രോസൺ പീസ് ഓൾറെഡി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പം ഈ പീസിലേക്കും കൂടിയുള്ള സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസൊക്കെ ഒന്ന് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇനി ഇതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, പിന്നെ സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം, മല്ലിയിലയുടെ തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ വേറെ രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു പ്രോപ്പർ ഫ്രൈഡ് റൈസിൻ്റെ രീതിയിലേക്ക് പോകും. നമ്മളിപ്പോൾ ഈ 2 എഗ്ഗും ഈ പീസും മാത്രമാട്ടോ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്, ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ബാക്കിയൊക്കെ കട്ട് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ലേസി ഡേയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമ്മുടെ റൈസ് കുക്കായത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ റൈസിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഈ ചോറിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പച്ചമുളകും ഗാർലിക്കും എഗ്ഗും ഒക്കെ ആട്ടോ ഈ റൈസിന് തന്നെ ഒരു ഫ്ലേവർ കൊണ്ടുവരുന്നത്. പിന്നെ ഈ കുരുമുളക് പൊടിയും നല്ലൊരു ഫ്ലേവർ കൊണ്ടുവരും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ചൈനീസ് ടൈപ്പ് റൈസിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്, നല്ല ടേസ്റ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ സോയ് സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഒരാവി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് ചൂടായി ഓപ്പണായിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ഓൾറെഡി ചോറിന് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും, ഭയങ്കരമായിട്ട് അങ്ങോട്ട് തണുത്ത് പോയിട്ടില്ല. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി വരുന്നോടം വരെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ ഈ ഇൻഡോ ചൈനീസ് വേർഷൻ ഓഫ് നമ്മുടെ റൈസ് റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞങ്ങൾ പെയർ ചെയ്തത് ചില്ലി പോർക്കിൻ്റെ കൂടെയാണ്. ചില്ലി ചിക്കൻ, ചില്ലി പോർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും ഇത് നല്ലതാണ് കേട്ടോ. വിത്തൗട്ട് ഒരു സാലഡോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് യു ലൈക്ക് മൈ റെസിപ്പി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊരു ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള റൈസുമാണ്, കാരണം പീസിലും എഗ്ഗിലും ഒക്കെ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ റൈസിൽ മാത്രമാണ് കുറച്ച് കാർബ്സ് ഉള്ളൂ. അപ്പം ഈ ഡയറ്റ് പ്ലാനൊക്കെ നോക്കുന്നവർക്ക് ഇതിൻ്റെ പോർഷൻ കൺട്രോളൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല ഹെൽത്തി റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പം ഇനി ഒരു ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.